അവഗണന വേദനിപ്പിച്ചു എന്ന് പറയുന്ന ഒരു മനുഷ്യൻ എങ്ങനെയാണ് മറ്റൊരാളെ അപമാനിക്കാൻ കഴിയുന്നത്? അതോ രമേശ് നാരായണൻ സ്വയം വിചാരിക്കുന്നത് തന്നെപ്പോലെ ഒരു വലിയ കലാകാരൻ അവാർഡ് നൽകാൻ മാത്രം വലിപ്പമുള്ള ആളല്ല ആസിഫ് അലി എന്നാണോ? അങ്ങനെയാണെങ്കിൽ തനിക്ക് തെറ്റി രമേശ. കാരണം ആസിഫ് അലിയെപ്പോലെ ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു സ്റ്റാറിൻ്റെ കയ്യിൽ നിന്ന് അവാർഡ് വാങ്ങിക്കാനുള്ള വലിപ്പം തനിക്കില്ല എന്നേ ഞങ്ങളെപ്പോലെയുള്ള ജനങ്ങൾ കരുതുന്നുള്ളൂ. വീഡിയോ കണ്ടാൽ മനസ്സിലാവും ആസിഫ് അലി എത്ര സ്നേഹത്തോടെയും വിനയത്തോടെയും സന്തോഷത്തോടും കൂടിയാണ് നിങ്ങൾക്ക് ആ ഉപഹാരം സമ്മാനിക്കാൻ വരുന്നതെന്ന്. അപ്പോൾ നിങ്ങളുടെ റിയാക്ഷൻ എന്തായിരുന്നു? തന്നെ പോലൊരു വകതിരിവില്ലാത്തവൻ്റെ മുമ്പിൽ അപമാനിക്കപ്പെട്ടിട്ട് ആസിഫ് അലി ഒരു ചെറുപുഞ്ചിരിയോടെ അതിനെ നേരിട്ടു എന്നുള്ളതാണ് സത്യം. കാര്യം എന്താണെന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഞാൻ ആ വീഡിയോയുടെ ചെറിയൊരു ഭാഗം ഇവിടെ ആഡ് ചെയ്യുന്നുണ്ട്. എം.ടി. വാസുദേവൻ നായരുടെ ചെറുകഥകളെ ആസ്പദമാക്കി ഒരുങ്ങുന്ന മനോരഥങ്ങൾ എന്ന ആന്തോളജി ചിത്രത്തിന്റെ ട്രെയിലർ ലോഞ്ചിനിടെയാണ് കഴിഞ്ഞ ദിവസം ആസിഫ് അലി അപമാനിക്കപ്പെട്ടത്. ഇതിൽ സംവിധായകൻ ജയരാജ് സംവിധാനം ചെയ്തൊരു ചിത്രമുണ്ട്, സ്വർഗം തുറക്കുന്നു എന്ന്. അതിൻ്റെ സംഗീത സംവിധായകനായിരുന്നു നമ്മുടെ ഈ രമേശ് നാരായണൻ. ചടങ്ങിൽ വെച്ച് അദ്ദേഹത്തിന് പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെ വിളിച്ചു. ആസിഫ് അലി പുരസ്കാരം അദ്ദേഹത്തിലേക്ക് നീട്ടി. എന്നാൽ ഒട്ടും താല്പര്യമില്ലാതെ ആസിഫിന്റെ മുഖത്ത് പോലും നോക്കാതെ പുരസ്കാരം വാങ്ങുകയാണ് രമേശ് നാരായൺ ചെയ്തത്. ആസിഫിന് ഒരു ഹസ്തദാനം പോലും നൽകാതെ ദൂരെ മാറിയിരുന്ന സംവിധായകൻ ജയരാജിനെ വേദിയിൽ വിളിച്ചു വരുത്തി തന്റെ കയ്യിലുള്ള പുരസ്കാരം ജയരാജിനെ ഏൽപ്പിച്ച ശേഷം ജയരാജിന്റെ കയ്യിൽ നിന്നും വീണ്ടും സന്തോഷത്തോടെ പുരസ്കാരം സ്വീകരിച്ച് ഫോട്ടോ എടുക്കുകയാണ് രമേശ് നാരായൺ ചെയ്തത്. കണ്ടല്ലോ, ഇത്ര മാത്രമേ രമേശ് നാരായണൻ ചെയ്തുള്ളൂ, വേറൊന്നും ചെയ്തിട്ടില്ല. ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും മനസ്സിലാവും ഇയാൾ പച്ചയ്ക്ക് ആ ആസിഫ് അലിയെ അപമാനിക്കുക തന്നെയാണ് ചെയ്തതെന്ന്. അത് കാണുന്ന ഏതൊരു മലയാളിയുടെ മനസ്സിലും മുറിവുണ്ടാക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. നിങ്ങൾ ആരാണെന്ന് രമേശ് നാരായണൻ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്? നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിങ്ങളെക്കാൾ നല്ല രീതിയിൽ ആസിഫ് അലിയെ കേരളത്തിലെ ജനങ്ങൾ അറിയും. കുട്ടികൾക്കും പ്രായമായവർക്കും യുവാക്കൾക്കും അടക്കം എല്ലാവർക്കും ഒരുവിധമുള്ള ആളുകൾക്കെല്ലാം ആസിഫ് അലി അറിയാം. പക്ഷേ നിങ്ങൾ എത്ര വലിയ പാട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും നിങ്ങളെ എത്ര ആളുകൾക്ക് അറിയില്ല. നിങ്ങളുടെ ഫോട്ടോ കാണിച്ചാൽ പോലും ആളുകൾക്ക് തിരിച്ചറിയാൻ പറ്റില്ല. പിന്നെ നാരായണ, മലയാളി കലാകാരന്മാർക്ക് എന്നും ഒരു പ്രിവിലേജ് കൊടുത്തിട്ടുണ്ട്. പക്ഷേ വകതിരിവില്ലാത്തവൻ അത് കൊടുത്ത ചരിത്രം മലയാളിക്ക് ഉണ്ടായിട്ടില്ല. ഒരു മര്യാദയും വകതിരിവും ഇല്ലാത്തവനെ സംബന്ധിച്ച് അവനൊരു കലാകാരനല്ല, അവനൊരു ജോലി ചെയ്യുന്നു. ഞാനൊരു ജോലി ചെയ്യുന്നു, നീ ഒരു ജോലി ചെയ്യുന്നു, അത്ര മാത്രമേ ഉള്ളൂ. എന്നിട്ട് വിവാദമായപ്പോൾ ഒരു വിശദീകരണവും മാപ്പ് പറച്ചിലും. എന്ത് കാര്യം ഇരിക്കുന്നു? നിങ്ങൾ അവഗണിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് മറ്റൊരാളെ അപമാനിച്ചാണോ തീർക്കണ്ടേ? അങ്ങനെ അവഗണിക്കപ്പെട്ട ഒരുത്തൻ മറ്റൊരാളെ അപമാനിക്കോ? ഒരിക്കലുമില്ല. അത് നിങ്ങളുടെ മനസ്സിൻ്റെ നീച ചിന്തയാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം, താൻ വിളിച്ചപ്പോൾ തന്നെ ഒരു ഉളുപ്പുമില്ലാണ്ട് തൻ്റെ അടുത്ത് വന്നിട്ട് ആ പുരസ്കാരം അതേപടി വാങ്ങിച്ച് തൻ്റെ കയ്യിലേക്ക് രണ്ടാമത് തന്ന ജയരാജിൻ്റെ ആ മനസ്സുണ്ടല്ലോ, ഒന്നും പറയാനില്ല. അതൊരു വിവരമില്ലായ്മയുടെ മറ്റൊരു വശമായിട്ടേ കാണുന്നുള്ളൂ. എത്രയോ ദിവസങ്ങളെടുത്ത് വർക്ക് ചെയ്തല്ലേ ഈ പടം. അപ്പോൾ ജയരാജ് എങ്ങനെ വിട്ടുപോയി എന്നെ? അപ്പോൾ ആസിഫ് അലി ഇങ്ങോട്ട് കൊണ്ടുവരുന്നു. അപ്പോൾ ആ ഒരു രണ്ടുപേരും വരട്ടെ എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അതെ, താൻ രണ്ടുപേരും വരട്ടെ എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ഞങ്ങൾ കണ്ടായിരുന്നു. ആ വീഡിയോ ഒന്ന് റിപ്പീറ്റ് അടിച്ച് കാണുന്ന എല്ലാവർക്കും മനസ്സിലാവും. ഇവിടെ താൻ തിരിഞ്ഞു നോക്കുന്നുണ്ടോ ആസിഫ് അലിയെ? അങ്ങനെ ഒരാൾ വന്നു എന്നുള്ള രീതി പോലും കാണിക്കുന്നില്ല. ഒരു മനുഷ്യനോട് കാണിക്കേണ്ട മര്യാദയെങ്കിലും താൻ കാണിച്ചോ? എന്തുകൊണ്ട് എന്നെ മാറ്റണം? അത്രയേ ഉള്ളൂ. അത് ബോധപൂർവ്വമായിരിക്കില്ല, അറിയാതെ പറ്റിപ്പോയതായിരിക്കാം. അറിയാതെ പറ്റിയായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. കാര്യം എന്നെപ്പോലെ ഒരു സംഗീത സംവിധാനം അവിടുന്ന് മാറ്റി നിർത്തേണ്ട ആവശ്യമില്ല. അവിടുന്ന് മാറ്റി നിർത്തി കഴിഞ്ഞാൽ കാര്യമില്ല ആർക്കും. ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. പിന്നെ എല്ലാവർക്കും അവാർഡ് ദാനം ചെയ്തപ്പോൾ പുള്ളിയുടെ പേര് വിട്ടുപോയെന്നാണ് പുള്ളി അവഗണിക്കപ്പെട്ടു എന്ന് പുള്ളി പറയുന്നത്. അത് മനഃപൂർവ്വമാണോ എന്ന് അവതാരകൻ ചോദിച്ചപ്പോൾ പുള്ളിയുടെ മറുപടി ആയത് അത് വിട്ടുപോയതായിരിക്കും. ഞാൻ ഓൾറെഡി എസ്റ്റാബ്ലിഷ്ഡ് ആണ്, എന്നെ മാറ്റി നിർത്തിയതുകൊണ്ട് ആർക്കും ഒരു കാര്യമില്ലെന്ന്. എനിക്ക് തോന്നുന്നത് നിങ്ങളുടെ സ്വഭാവം നേരത്തെ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെയുള്ളവരെ അടുപ്പിക്കാൻ കൊള്ളാത്തതുകൊണ്ട് ചിലപ്പോൾ മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്. അങ്ങനെ ആകാനും മതിയേ. എൻ്റെ പേര് മാറ്റി വിളിച്ചു, അവിടെ വേറൊരു പേരിൽ എന്നെ അനൗൺസ് ചെയ്തു. പിന്നെ അപ്പോൾ എൻ്റെ ഒരു മാനസികമായ അവസ്ഥ വേറെയായിരുന്നു. അതുകൊണ്ടാണ് ഒരു പൊതുവേദിയിൽ വെച്ച് മറ്റൊരാളോട് ഇങ്ങനെ പെരുമാറിയത്. ഇതൊക്കെ എങ്ങനെ സാധിക്കുന്നതാവേ? ബഹുമാനം നിർത്തിക്കൊണ്ട് പറഞ്ഞാൽ അങ്ങ് ആ സമയത്ത് ആ സിറ്റുവേഷനിൽ ആസിഫിനോട് കാണിച്ചത് മര്യാദകേടെന്ന് വാക്യം പറയില്ല, പക്ഷേ അങ്ങേയറ്റം ഒരു നിരാശാജനകമായ ആറ്റിറ്റ്യൂഡ്. മര്യാദകേടെന്ന് പറഞ്ഞാൽ എന്താ ഹാഷ്മി കുഴപ്പമിരിക്കുന്നത്? മര്യാദകേടെന്നുള്ള വാക്കല്ല ശരിക്കും പറയേണ്ടത്, അതിനും അപ്പുറമാണ് പറയേണ്ടത്. പിന്നെ അത് പറയണ്ട, അത്രയെങ്കിലും പറയായിരുന്നു മര്യാദകേടെന്നെങ്കിലും തന്നെ. ഇത്രയൊക്കെ സംഭവിച്ചിട്ടും ഇതിൻ്റെ ബാക്കി വരുന്ന ഭാഗത്തും പുള്ളി ന്യായീകരിക്കുക തന്നെയാണ് ചെയ്യുന്നത്. പിന്നെ എവിടെയോ മാപ്പ് പറഞ്ഞെന്ന് കാണുന്നുണ്ട്. മാപ്പ് പറഞ്ഞാൽ നല്ലത്, അതെന്തു ആയിക്കോട്ടെ. നിങ്ങൾ ചെയ്തേക്കുന്ന വൃത്തികേടിന് യാതൊരു ന്യായീകരണവുമില്ല. മാപ്പ് പറഞ്ഞാൽ അത്രയും നല്ലത് എന്നേ പറയാനുള്ളൂ. നിങ്ങൾ ഈ സല്ലാപം എന്ന് പറഞ്ഞ പടം കണ്ടിട്ടുണ്ടോ? അതിൽ ചോദിക്കുന്നുണ്ടോ സംഗീതത്തിന് എവിടെ അയിത്തം എന്ന്? പക്ഷേ ചില കലാകാരന്മാരുണ്ട്, അവരിപ്പോഴും താൻ വലുതും ബാക്കിയുള്ള ആളുകൾ ചെറുതാണെന്നും മനസ്സിൽ അയിത്തം കൽപ്പിച്ചുകൊണ്ട് കിടക്കുന്ന കുറച്ച് ആളുകളെ. ആ വീഡിയോ കാണുന്ന ഏതൊരാൾക്കും വ്യക്തമായിട്ട് മനസ്സിലാവും കലാമണ്ഡലം സത്യഭാമയും നിങ്ങളും ഒരേ തൂവൽ പക്ഷികളാണെന്ന്. എൻ്റെ ഒരു ക്യാരക്ടർ വെച്ച് എന്നോട് മര്യാദ കാണിക്കാത്ത ആരെയും, അതിന് എത്ര വലിയ ആളാണെങ്കിലും യാതൊരു ബഹുമാനത്തോടും കൂടി കാണിയല്ലാത്ത ഒരാളാണ്. കാരണം ഇങ്ങോട്ട് കാണിക്കാത്ത മര്യാദ തിരിച്ചു കൊടുക്കേണ്ട യാതൊരു ആവശ്യമില്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. എന്തിനാണ് അതിൻ്റെ ആവശ്യമിരിക്കുന്നത്? അതിന് എത്ര വലിയ ആളാണെങ്കിലും വകതിരിവും മര്യാദ ഇല്ലാത്തവൻ അത് തിരിച്ചു അർഹിക്കുന്നില്ല. അവാർഡ് കൊടുത്തയാൾ ആരാധനാകുകയും അവാർഡ് വാങ്ങിച്ചയാൾ അല്പനാകുകയും ചെയ്യുന്ന ഒരു കാഴ്ചയെന്ന് കണ്ടത്. അത്ര മാത്രമേ ഉള്ളൂ, അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊന്നുമില്ല. കാരണം ഇത്രയും പബ്ലിക്കായിട്ട് അപമാനിക്കപ്പെട്ടിട്ടും ഒരു പരാതിയും പറയാണ്ടൊരു ചെറുപുഞ്ചിരിയോടുകൂടി ആസിഫ് അലി അത് നേരിട്ടിട്ടുണ്ടെങ്കിൽ അയാൾ വലിയൊരു മനസ്സിനുടമ തന്നെയാണ്.